ഗബ്രി, ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുകയുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ പറയുന്നത് പോലെയല്ല, മനസ്സിൽ തട്ടി തന്നെ ഞാൻ പറയുക. ഞാൻ വേണ്ടാത്ത ഒരു രീതിയിലും നിന്നെ കണ്ടിട്ടില്ല. ഞാൻ എന്താണ് എന്നും നീ എന്നോട് എങ്ങനെയാണ് എന്നും എനിക്കറിയാം. എനിക്ക് നിന്നോടുള്ള 1% പോലും സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഇന്ന് ജാസ്മിനോട് സായി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിൽ പിന്നെ ജാസ്മിൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്, മെന്റലി ഡൗൺ ആണ്, സ്ട്രെസ്ഡ് ആണ്. പുറത്തു പോയാൽ വീട്ടിലേക്ക് ഏറ്റില്ലേ എന്നൊരു പേടി, സ്വന്തം കുടുംബം തള്ളി പറയുമോ എന്നൊരു പേടി, അങ്ങനെ ഒരുപാട് പേടികൾ ജാസ്മിന്റെ ഉള്ളിലേക്ക് കൂടിയിട്ടുണ്ട്. അപ്പോ ഗബ്രി പറയുന്നു, എനിക്ക് ഈ ഗെയിമിനേക്കാൾ വലുത് നീയാണ് ജാസ്മിൻ. എനിക്ക് പ്രണയമല്ല, സ്നേഹമാണ്. പ്രണയമാവാം എന്ന് പറയുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കൊന്ന് കരയണം, എനിക്കൊന്ന് ചങ്ക് പൊട്ടി കരയണം ഗബ്രി. ഞാൻ എന്താ ഗബ്രി ചെയ്ത തെറ്റ്? ഒന്നും എന്റെ കയ്യിൽ നിൽക്കുന്നില്ല. എനിക്ക് എന്നെ തന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നാ ഞാൻ ഈ ക്യാപ്റ്റൻസി ചെയ്യുന്നത്. ഞാൻ തോറ്റു കൊടുക്കില്ല എന്നൊരു ആത്മവിശ്വാസമാണ് ഞാൻ ഈ ക്യാപ്റ്റൻസി ചെയ്യാൻ കാരണം. വൃത്തിയില്ലാത്തവള്, അഹങ്കാരി, അത് ഇത്. ഞാനും മനുഷ്യനല്ലേ, എല്ലാരെയും പോലെ ഞാനും മനുഷ്യനല്ലേ. കുറെ പട്ടിഷോ കാണിക്കുന്നു എന്നല്ലേ ഉള്ളൂ. 10-22 വയസ്സല്ലേ എനിക്കുള്ളൂ. അതാണ് പോയിന്റ്. ലാസ്റ്റ് പറഞ്ഞതാണ് പോയിന്റ്. അവിടെ വെച്ച് തന്നെ എഡിറ്റർ ഈ ഒരു പരിപാടി കട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ട്. ജാസ്മിന്റെ പക്വതയില്ലായ്മ കൊണ്ട് ജാസ്മിൻ ഓരോന്ന് കാണിച്ചു കൂട്ടി. ഗബ്രിക്ക് ഈ സമയം കൊണ്ട് ഒരു വൺ സൈഡ് ലവ് ഡെവലപ്പായി. ഇതാണ് ഞാനിപ്പോ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന രീതി. പിന്നെ ജാസ്മിൻ ഇമോഷണൽ ആയത് അത് പ്യൂർലി സായിയുടെ ഗെയിം ആയിരുന്നു. ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ജാസ്മിനെ എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം, തകർക്കണം. അതിന് സായി മുന്നിൽ കണ്ടൊരു വഴിയാണ് പുറത്തെ വിവരം പറയുക എന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് സായി ജാസ്മിന്റെ ചെവിയിൽ എത്തിച്ചു കൊടുത്തു. ജാസ്മിന്റെ ഉള്ളിൽ ആദിയായി, പേടിയായി, വ്യാധിയായി, മെന്റലി ഡൗൺ ആയി. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു BB മെറ്റീരിയൽ തന്നെയാണ് ജാസ്മിൻ ജാഫർ, അതിൽ ഒരു സംശയവുമില്ല. വന്ന അന്ന് മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഗബ്രി മാത്രമാണ് ജാസ്മിനെ പിന്നോട്ട് വലിക്കുന്നത്. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. കുറച്ചു സമയത്താണെങ്കിലും ഗബ്രി ഇല്ലാതിരുന്നപ്പോ ആ കുറച്ചു സമയം ജാസ്മിൻ വേറെ തന്നെ ഒരാളായിരുന്നു. ജാസ്മിൻ ഒത്തിരി കളിച്ച് മുന്നേറാൻ സാധിക്കും, പക്ഷെ ബന്ധനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗബ്രി നിപ്പുണ്ട് ഇങ്ങനെ മുന്നിൽ ഒരു മല പോലെ. അതുകൊണ്ടും കൂടി ആയിരിക്കാം ജാസ്മിൻ ക്യാപ്റ്റൻ ആയപ്പോ തന്നെ പവർ റൂമിൽ ഉറങ്ങണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞത്. എങ്ങനെയും ഗബ്രിയെ ജാസ്മിനിൽ നിന്നും അകറ്റുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ശ്രമം. ജാസ്മിൻ നോറെ പോലെ മറ്റേ കരച്ചിൽ നാടകവും വിക്ടിം കാർഡും ഒന്നും കളിക്കുന്ന ഒരാളൊന്നുമല്ല. ജാസ്മിൻ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, മെന്റലി വളരെ സ്ട്രോങ് ആണ് ജാസ്മിൻ ഒരു കാര്യമില്ലാതെ അവിടെ കരഞ്ഞിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം ഓർത്ത് ജാസ്മിൻ അവിടെ കരഞ്ഞിട്ട് പോലുമില്ല. ഗബ്രിയെ കുറിച്ച് ഓർത്ത് ആദ്യമായിട്ടാണ് ജാസ്മിൻ കരയുന്നത് നമ്മൾ കാണുന്നത്. അത് ജാസ്മിൻ കാരണം അല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി. ഗബ്രി കാരണമാണ് ജാസ്മിൻ കരയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, അത് എന്തൊരു വിരോധാഭാസമാണ്. പക്ഷെ ഇത്രയും ജനങ്ങൾ ഒരേ സ്വരത്തില് ഇങ്ങനെ രണ്ടുപേരെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമില്ലാതെ വിമർശിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുകമറ സൃഷ്ടിച്ച് തങ്ങളുടെ ലൈഫിനെ മലയാളികൾക്ക് ജഡ്ജ് ചെയ്യാൻ വിട്ടുകൊടുത്തത് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഫൂളിഷ്നെസ് തന്നെയാണ്. നോക്കിയും കണ്ടും നിൽക്കേണ്ടതായിരുന്നു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് ഇവര് മറന്നു പോകരുതായിരുന്നു. ഇപ്പൊ ഗബ്രി പറയുന്നുണ്ട് നമ്മുടെ സായിയുടെ അടുത്ത്, ഇത് എനിക്ക് എന്റെ വീട് പോലെയാണ്. വീട് പോലെ കാണാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ സെറ്റ്. അതൊരു ഷോ ആണ്, അതൊരു ഗെയിം ഷോ ആണ്. അത് കഴിഞ്ഞ് പുറത്തൊരു ലൈഫ് ഉണ്ട് എന്ന് ഗബ്രി മനസ്സിലാക്കിയില്ല, ജാസ്മിനെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ജാസ്മിൻ ഇന്നിങ്ങനെ ദുഃഖിക്കേണ്ടി വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ജാസ്മിന്റെ ഈ ഒരു കരച്ചിൽ കണ്ടിട്ട് പേഴ്സണലി എനിക്കും വളരെയധികം സങ്കടം തോന്നി. ഒരു എന്താ പറയുക, ഭയങ്കര മനസ്സിലൊരു വിങ്ങല് പോലെ തോന്നി. ജാസ്മിൻ പറയുന്ന ഓരോ വാക്കും എല്ലാം